ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. നാട്ടിൽ ചക്ക സീസൺ ആണല്ലോ. ചക്ക സീസൺ കഴിഞ്ഞു തുടങ്ങി. ചക്ക എന്താണ് കാണിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം പായസം ഉണ്ടാക്കും, പുഡിങ് ഉണ്ടാക്കും, ഇപ്പോൾ ചക്ക ഷെയ്ക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്ക കൊണ്ട് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ചിപ്സ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ചക്ക ഉണ്ട് വീട്ടിൽ, നല്ല വലിയ മൂത്ത ചക്ക ഉണ്ട്. അപ്പോൾ ചക്ക ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നത്. ഒരു നല്ല ചക്ക നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. വലിയ കുഴപ്പമില്ല, പക്ഷേ ഞാൻ കരുതിയതിനെക്കാട്ടിലും കുറച്ചും കൂടെ മൂത്തിട്ടുണ്ട്. ശരിക്കും ഇതിന് വേണ്ടത് പച്ച ചക്കയാണ്. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയത് പച്ച ചക്കയിലായിരുന്നു. അപ്പോൾ നല്ല ക്രിസ്പിയോടെ തന്നെ കിട്ടി. ഇനി ഒരു മീഡിയം പഴുപ്പിൽ എങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം. ഒരു നല്ല പീലർ എടുക്കാം, അതുപോലത്തെ ഒരു പീലർ. എന്നിട്ട് ചക്ക ചുള എടുത്തിട്ട് നന്നായിട്ട് ചവണിയൊക്കെ കളഞ്ഞതിന് ശേഷം ചക്ക ചുള എടുത്തിട്ട് അത് ഇങ്ങനെ പീൽ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് വലിയ ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യില്ല. പുറത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ പുറത്ത് ഞങ്ങളൊരു അടുപ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വലിയൊരു ചീനച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും പ്രത്യേകിച്ച് ഇല്ല. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും. അപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കണം. നമ്മൾ ചക്ക ഒരു പ്രാവശ്യം ഓയിലിട്ടതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക വേണ്ടത് ഈ ഉപ്പുവെള്ളം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചക്ക ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് ഞാൻ ഉപ്പുവെള്ളം തെളിക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും ഉള്ള ആ വെള്ളം. ഇനി നല്ല ക്രിസ്പി ആയിട്ട് വരുമോയെന്ന് നോക്കാം. സക്സസ് ആയോ ഇല്ലേന്ന് എനിക്ക് വലിയ ഹോപ്പില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ പഴുപ്പായിട്ടുണ്ട് ചക്ക. ഇതുവരെ ഓക്കെയാണ്. ഇനി കോരിയെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. തീയൊക്കെ കറക്റ്റാണ്. ഇന്ന് മഴയില്ലാത്ത കാരണം പുറത്ത് വലിയ കുഴപ്പമില്ല തീ കത്തിക്കുമ്പോൾ. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. കോരിയെടുക്കാം. നല്ല ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ വാർന്നു പോട്ടെ. രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക ഫ്രൈ റെഡി. ചക്ക ചിപ്സാണിത്. മിക്സ്ചറൊക്കെ കഴിക്കില്ല, അതുപോലൊരു ടെക്സ്ചറാണ്. കാരണം വളരെ തിൻ സ്ലൈസസ് ആയത് കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഒരു 4 മണി പലഹാരത്തിന് പറ്റിയൊരു ചിപ്സ് തന്നെയാണിത്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കറക്റ്റ് പാകമാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഇത് നമുക്കൊരു ചെറിയൊരു മധുര ഫ്ലേവർ തരുന്നുണ്ട്, പക്ഷെ എങ്കിലും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കായ വറുത്തതൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട് മധുരത്തിൽ. അപ്പോൾ എനിവേ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.